പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഒരു പ്രേക്ഷകൻ്റെ സംശയത്തിനുള്ള മറുപടി. ചോദ്യം ഇങ്ങനെയാണ്: വ്യത്യസ്ത കമ്പനി സിമൻറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പലരും പലപ്പോഴും ചോദിക്കാറുണ്ട്, ഏത് കമ്പനിയുടെ സിമൻറ്റാണ് വീട് പണിക്ക് ഏറ്റവും നന്നായിരിക്കുക എന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്? സിമൻറ്റിൻ്റെ നിർമ്മാണമെല്ലാം ഒരേപോലെയാണെങ്കിൽ സിമൻറ്റുകളെല്ലാം ഒരുപോലെ ആവണ്ടേ? ഈ അർത്ഥത്തിലാണ് ചോദ്യമുണ്ടാവുക. നമുക്കറിയാവുന്നതുപോലെ തന്നെ പലരും ബ്രാൻഡഡ് സിമൻറ്റുകളാണ് വാങ്ങാറുള്ളത്. ജനങ്ങൾ അതിൻ്റെ പാരമ്പര്യം അന്വേഷിക്കുന്നു. പല കമ്പനികളും അവരുടെ സിമൻറ്റിനെ പ്രചരിപ്പിക്കാറുള്ളത് ഞങ്ങൾ ഇത്ര വർഷമായി നിലനിൽക്കുന്ന കമ്പനിയാണ് എന്ന് പറഞ്ഞുകൊണ്ടും, അതുപോലെ തന്നെ അവർ ചെയ്ത പ്രമുഖ വർക്കുകൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടുമാണ്. നമുക്കറിയാമല്ലോ, ഒരു പ്രമുഖ കമ്പനിയുടെ പരസ്യം തന്നെ പാമ്പൻ പാലം നിർമ്മിച്ചിരിക്കുന്നത് ഈ സിമൻറ്റ് കൊണ്ടാണ് എന്നാണ്. അപ്പോൾ വർഷങ്ങളായി യാതൊരു കേടും കൂടാതെ നിലനിൽക്കുന്നു എന്ന ഒരു ധ്വനിയാണ് വാസ്തവത്തിൽ ആ പരസ്യത്തിൻ്റെ പിന്നിലുള്ളത്. അതുപോലെ തന്നെ മറ്റു കമ്പനികളൊക്കെ അവരുടെ പെർഫോമൻസ് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് തങ്ങളുടെ പ്രോഡക്റ്റ് വിൽപ്പന ചെയ്യുന്നത്. പാമ്പൻ പാലം നിർമ്മിച്ചത് ആ സിമൻറ്റ് കൊണ്ടല്ലായിരുന്നുവെങ്കിൽ അത് നിലനിൽക്കില്ല എന്നൊന്നും അതിനർത്ഥമില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ആ സിമൻറ്റിൻ്റെ ക്വാളിറ്റി മാത്രമല്ല, അതിൻ്റെ നിർമ്മാണത്തിലുള്ള പെർഫെക്ഷൻ കൂടിയാണ് ഒരു സ്ട്രക്ചർ അതല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ദീർഘകാലം നിലനിൽക്കുന്നതിൻ്റെ പിന്നിലുള്ളത്. എന്നാൽ ചില സിമൻറ്റുകൾ ജനങ്ങൾ അത്രയേറെ വിശ്വസിക്കുന്നില്ല. അത് ലാബിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ ആവശ്യത്തിന് അനുസൃതമായ കണ്ടൻസ് അതിലില്ല എന്ന് തോന്നുമ്പോൾ ആ സിമൻറ്റിനെ പ്രമുഖ സ്ഥാപനങ്ങളൊക്കെ, കൺസ്ട്രക്ഷൻ കമ്പനികളൊക്കെ തള്ളാറാണ് പതിവ്. പ്രമുഖ നിർമ്മാണ കമ്പനികളൊക്കെ ലാബ് ടെസ്റ്റിന് ശേഷമാണ് സിമൻറ്റുകൾ ഇറക്കാറുള്ളത്. ഒരേ കമ്പനി തന്നെ ഇറക്കുന്ന ഒരേ ഗ്രേഡിലുള്ള സിമൻറ്റ് പല വ്യത്യസ്ത സമയങ്ങളിൽ നമുക്ക് ലഭിക്കുമ്പോൾ അതിലെ കണ്ടൻസ് ഒരേപോലെ ആയിരിക്കണമെന്നില്ല. ഇതൊക്കെ ഏതുപോലെയാണ് എന്ന് വെച്ചാൽ, നമ്മൾ ഡോക്ടറുടെ കുറിപ്പടി പ്രകാരം ലബോറട്ടറികളിൽ ചെന്ന് രക്തവും മറ്റും പരിശോധിക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ നമുക്ക് തിരിച്ചറിവുള്ളതാണ്. ആരോഗ്യവാന്മാരായ രണ്ടാളുകളുടെ ലാബ് റിപ്പോർട്ടുകൾ ഒരേപോലെ ആയിക്കൊള്ളണമെന്നില്ല. അതുപോലെ തന്നെ നമ്മൾ അടുക്കളയിൽ പാചകം ചെയ്യുന്ന കറികളെക്കുറിച്ചും ഒരു താരതമ്യം നടത്തുകയാണെങ്കിൽ, ഒരേ ചേരുവകൾ ചേർത്ത് രണ്ട് പേർ ഉണ്ടാക്കുന്ന വിഭവങ്ങൾ വ്യത്യസ്ത രുചികളിൽ നമുക്ക് അനുഭവപ്പെട്ടേക്കാം. ഏറ്റവും കൂടുതൽ രുചി ആരുടേതിനാണോ അയാളെ നമ്മൾ കൈപുണ്യമുള്ള ആൾ എന്ന് വിളിക്കാറാണ് പതിവ്. വാസ്തവത്തിൽ ഈ കൈപുണ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ ആക്യുറസി, കൃത്യതയാണ് അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ഘടകമെന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, അതിലുപയോഗിക്കുന്ന മുളകാവട്ടെ മല്ലിയാവട്ടെ, നമ്മൾ മുളക് പൊടി കടയിൽ നിന്ന് വാങ്ങിക്കുന്നു, അതല്ലെങ്കിൽ മുളക് നമ്മൾ പൊടിപ്പിച്ച് ഉപയോഗിക്കുന്നു. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വ്യത്യസ്ത ബ്രാൻഡുകളിലുള്ള മുളക് പൊടികൾ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന കറികൾക്കെല്ലാം ഒരുപക്ഷെ വ്യത്യസ്ത എരിവ് ആയിരിക്കാം അനുഭവപ്പെടുക, അതുപോലെ തന്നെ വ്യത്യസ്ത നിറമായിരിക്കാം അനുഭവപ്പെടുക. സിമൻറ്റ് നിർമ്മിക്കുന്നതും അതേപോലെ തന്നെയാണ്. ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ സിമൻറ്റ് നിർമ്മിക്കുക. ചുണ്ണാമ്പ് കല്ലും ക്ലേയും മാളുമൊക്കെ ഉപയോഗിച്ചിട്ടാണ് വാസ്തവത്തിൽ സിമൻറ്റ് നിർമ്മിക്കാറുള്ളത്. എല്ലാ കമ്പനികളിലേക്കും ഒരേ ഭാഗത്ത് നിന്ന് കുഴിച്ചെടുക്കുന്ന അസംസ്കൃത വസ്തുക്കൾ കൊണ്ടല്ല സിമൻറ്റ് നിർമ്മിക്കുന്നത്. അപ്പോൾ ഈ അസംസ്കൃത വസ്തുക്കളിൽ ഉണ്ടാകാവുന്ന കെമിക്കൽ കോമ്പോസിഷൻ്റെ വ്യത്യാസങ്ങൾക്കനുസരിച്ച് ഈ സിമൻറ്റിൻ്റെ ക്വാളിറ്റിയിലും വ്യത്യാസം കാണുന്നു. സിമൻറ്റിൽ നമ്മൾ മുഖ്യമായി കാണുന്ന കെമിക്കൽ കോമ്പോസിഷൻസ് ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ലൈം, അതായത് കാൽസ്യം ഓക്സൈഡ്, ഇത് ഒരു OPC സിമെൻറ്റിൽ സാധാരണ നിലയിൽ ആവശ്യമുള്ളത് 60 തൊട്ട് 67% വരെയാണ്. 60 തൊട്ട് 67% വരെ എന്തുണ്ടായിരിക്കണം? കാൽസ്യം ഓക്സൈഡ് ഉണ്ടായിരിക്കണം. ഈ 60-ൽ താഴെ വരികയാണെങ്കിൽ അതിൻ്റെ ശരിയായ പ്രോപ്പർട്ടി, സിമെൻറ്റിൻ്റെ ശരിയായ പ്രോപ്പർട്ടി അതിന് ഉണ്ടായിരിക്കുകയില്ല. അതുപോലെ തന്നെ ഈ 67-ന് മുകളിലേക്ക് 70-ഉം 72-ഉം ഒക്കെ ആവേണ്ടതുണ്ടോ? ആയാൽ ശരിയാവുമോ? ഇല്ല. അപ്പോൾ 60-നും 67-നും ഇടയ്ക്ക് ശതമാനമാണ് എന്തുണ്ടാവേണ്ടത്? ഈ ലൈം അല്ലെങ്കിൽ കാൽസ്യം ഓക്സൈഡ് ഉണ്ടാവേണ്ടത്. ഇനി നമുക്ക് വ്യത്യസ്ത കമ്പനികൾ എടുക്കാം.
ഒരു കമ്പനിയുടേത് 61% വേറൊരു കമ്പനിയുടേത് 65% ഏതെന്ന് പറയുന്നത് ഈ ലൈം എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ ആ സിമെൻറ്റുകൾക്ക് അടിസ്ഥാനപരമായ വ്യത്യാസങ്ങൾ കാണുന്നു. ഇനി മറ്റൊരു കെമിക്കൽ കോമ്പൗണ്ടാണ് സിലിക്ക, SiO2. ഇത് വേണ്ടത് 17 തൊട്ട് 25% വരെയാണ്. ചില സിമെൻറ്റുകളിൽ അത് 18% വേറെ ചില സിമെൻറ്റുകളിൽ അത് 20 22 ഒക്കെ ആയിരിക്കാം. അപ്പോഴും വ്യത്യസ്ത സിമെൻറ്റുകൾ വ്യത്യസ്ത പ്രകൃതം കാണിക്കുന്നു, സ്വാഭാവികമാണ്. മറ്റൊന്ന് അലൂമിന, Al2O3. ഇത് 3 തൊട്ട് 8% വരെയാണ് സാധാരണ OPC സിമെൻറ്റുകളിൽ വേണ്ടത്. 3% ഉള്ളതും OPCയുടെ റിക്വയർമെൻറ്റ് പാലിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ 8% ഉള്ളതും OPCയുടെ റിക്വയർമെൻറ്റ് പാലിക്കുന്നതാണ്. അത് കരുതിയിട്ട് ഈ രണ്ടും ഒരുപോലെയാണ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, രണ്ടിലും ചില മാറ്റങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അയൺ ഓക്സൈഡ്, Fe2O3. ഇത് 0.5 തൊട്ട് 0.6 വരെയാണ് വേണ്ടത്. അത്രയും ശതമാനമാണ് വേണ്ടത്. ഇനി മഗ്നീഷ്യം ഓക്സൈഡ്, 0.1 തൊട്ട് 0.4 വരെ % സിമെൻറ്റിൽ ഉണ്ടാവുക, OPC സിമെൻറ്റുകളിൽ കാണുക. ഇതിനും പല സിമെൻറ്റുകളിൽ വേരിയേഷൻസ് ഉണ്ടാവാം. 0.1 ഉണ്ടാവാം, 0.2 ഉണ്ടാവാം, 0.3 ഉണ്ടാവാം, 0.4 ഉണ്ടാവാം. അപ്പോൾ അതിനനുസരിച്ച് സിമെൻറ്റുകൾക്ക് വ്യത്യാസം കാണും. അതുപോലെ തന്നെ സൾഫർ ട്രയോക്സൈഡ്, ആൽക്കലികൾ എന്നിവയൊക്കെ ഇതിലുണ്ടാവാം, ഈ സിമെൻറ്റിലുണ്ടാവാം. അതിൻ്റെയൊക്കെ അളവും പല സിമെൻറ്റുകളിലും വ്യത്യസ്തങ്ങളാകാം. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത സിമെൻറ്റുകൾ വ്യത്യസ്തമായിട്ട് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ഒരു OPC സിമെൻറ്റിന് അടിസ്ഥാനപരമായിട്ട് ആവശ്യമായ കാര്യങ്ങൾ എല്ലാം അടങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് മാത്രമാണ് നാം ചെക്ക് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അതിൻ്റെ നിർമ്മാണ പ്രക്രിയ, സിമെൻറ്റുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ടെക്നോളജി, അതുപോലെ തന്നെ അതിനുപയോഗിക്കുന്ന മെഷീനറികൾ, ഇവ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ സിമെൻറ്റിലും അതിൻ്റേതായ ഗുണമേന്മ കാണിക്കുന്നു. അതുപോലെ തന്നെ ടൈമിങ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒത്തുവരുമ്പോഴാണ് ഒരു സിമെൻറ്റ് ഏറ്റവും ക്വാളിറ്റി കൂടിയതാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുക. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരേ കമ്പനിയുടെ തന്നെ ഒരേ ഗ്രേഡിലുള്ള സിമെൻറ്റുകൾ ഒരു സമയത്ത് വാങ്ങിക്കുന്നത് പോലെ ആയിരിക്കില്ല മറ്റൊരു ലോട്ടിൽ അത് ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന സിമെൻറ്റുകൾക്ക്. അതിലെല്ലാം ഈ കാണുന്ന കെമിക്കൽ കോമ്പോസിഷനിൽ ചെറിയ വേരിയേഷൻസ് കണ്ടേക്കാം. എങ്കിലും നമ്മൾ ചില ട്രേഡ് നെയിമുകളുടെ പിന്നാലെ പോകുന്നത് അത് നിലനിർത്തിയിരിക്കുന്ന വിശ്വാസ്യത മാത്രം കണക്കിലെടുത്തുകൊണ്ടാണ്. ഇതിൻ്റെ അർത്ഥം മറ്റു സിമെൻറ്റുകളൊക്കെ മോശമാണ് എന്ന് ആകണമെന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ കൂടി അമർത്തിയേക്കുക. താങ്ക് യു.